ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 23 അധ്യായം. വിപ്രപത്നി പ്രസാദം. ഗോപന്മാർ പറഞ്ഞു, രാമ രാമ മഹാവീര്യ കൃഷ്ണ ഹേ ദുഷ്ടനിഗ്രഹ, പൊറുക്കാൻ വയ്യാത്ത വിശപ്പില്ലാതാക്കിത്തരേണമേ. ശ്രീശുകൻ പറഞ്ഞു, ഗോപരേവമപേക്ഷിക്ക ഭഗവാൻ ദേവകീസുതൻ ഭക്തബ്രാഹ്മണിയെ പ്രീതയാക്കാൻ ഗോപരോടോദിനാൻ. ബ്രഹ്മജ്ഞർ വേദം ചൊല്ലുന്ന യജ്ഞശാലയിലെത്തുവിൻ, സ്വർഗം കിട്ടാൻ ചെയ്വതാണീ യജ്ഞം. ആംഗിരസാഭിധം മഹാത്മാവേട്ടനും ഞാനുമാണ് അയച്ചതു നിങ്ങളെ എന്ന കാര്യം ധരിപ്പിച്ച ശേഷം ചോദിക്ക ഭക്ഷണം. ഭഗവൻ നിർദ്ദിഷ്ടരുടൻ പോയി ചോദിച്ചു ഭക്ഷണം. സാഷ്ടാംഗം വിപ്രപാദത്തിൽ നമിച്ചും കൈകൾ കൂപ്പിയും, വിപ്രരെ കേൾക്കുവിൻ, ഞങ്ങൾ കൃഷ്ണൻ ആജ്ഞാനുവർത്തികൾ രാമപ്രേരിതരായി വന്നി ഗോപർ നേരുന്നു മംഗളം. ഇദ്ദിക്കിൽ രാമാച്യുതർ പൈക്കളെ തെളിച്ചണഞ്ഞു വല്ലാതെ വിശന്ന വേളയിൽ സശ്രദ്ധരെ ഞങ്ങളെ വിട്ടു ഭക്ഷണം തേടാൻ അതേകീടുക ധർമ്മശീലരെ. പശ്വാലംഭത്തിനും സൗത്രാമണിക്കും ശേഷമാവുകിൽ ദീക്ഷിതൻ നൽകുമന്നം, നിർദോഷം ശാസ്ത്രസുസമ്മതം. ചൊൽകിലും ഭഗവദ്ധർമ്മം ചെയ്തില്ല ബഹുകർമ്മികൾ, വൃദ്ധന്മാരെന്നു ഭാവിക്കും ക്ഷുദ്രബാലിശരാകയാൽ. ആർദ്ദൻ രൂപം കാലദേശ മന്ത്രതന്ത്രങ്ങൾ ദേവത ദ്രവ്യം തീ ധർമ്മം ഋത്വിക്കും യജ്ഞവും യജമാനനും ഇന്ദ്രിയാതീതൻ ആ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനെ കണ്ടില്ല. ദേഹം ആത്മാവാണെന്നോർക്കും മൂഢബുദ്ധികൾ. അവർ മിണ്ടായികയാൽ ഭഗ്നാശരായി ഗോപർ തിരിച്ചുപോയി രാമനോടും കൃഷ്ണനോടും ചൊന്നാരുണ്ടായ സംഭവം കേട്ടു ചിരിച്ചു ഭഗവാൻ ജഗദീശ്വരൻ. പിന്നെ ചൊല്ലി, ലോകരീതി ഇതാണെന്നു ധരിക്കുവിൻ, ഞാൻ ഏട്ടനും വന്ന കഥ പത്നിമാരോടു ചൊല്ലുവിൻ. തരും ചോറാ ഗൃഹിണികൾ മനസ്സെന്നിലിരിക്കയാൽ ഗോപർ പത്നീശാല പൂകി സാധ്വിമാരെ നമിക്കവേ അതീവ വിനയത്തോടെ പറഞ്ഞാൽ അവരോടുടൻ, നമസ്കാരം വിപ്രപത്നിമാരെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. പക്കത്തു പൈനോക്കും കൃഷ്ണനാണ് അയച്ചതു ഞങ്ങളെ. പൈക്കളെ പിന്തുടർന്ന് ഇത്ര ദൂരെ വന്നെത്തി രാമനും അസഹ്യം പശി, ഞങ്ങൾക്കും അവർക്കും വേണ്ടു ഭക്ഷണം. എന്നും അച്യുതനെ കാണാൻ കൊതിപ്പോരിതു കേൾക്കയാൽ അന്തം വിട്ടു കൃഷ്ണകഥ മനസ്സിൽ തിങ്ങി വിങ്ങവേ. ചതുർവിധ ഗുണം ചേരുമാഹാരം ഭാജനങ്ങളിൽ ചുമന്ന് ആഴിയിലേക്ക് ആറുകൾ പോൽ ഓടിയിടിനാരവർ. അരുതെന്നു പതിഭ്രാതൃപുത്ര ബന്ധുക്കൾ ചൊൽകിലും ഭഗവാൻ ഉത്തമ ശ്ലോകൻ പണ്ടേ കരളിൽ വാഴുകയാൽ. കാളിന്തിവക്കിൽ പൂങ്കാവിൽ അശോകത്തളിർ ചൂഴവേ ഗോപരേട്ടനുമൊത്തു ഉണ്ണിക്കണ്ണനെ കണ്ടു ഭഗ്നിമാർ ഹരേ. ശ്യാമൻ സുവർണവസനൻ വനമാലി പീലിചായങ്ങൾ ചെന്തളിരുമായി നടവേഷധാരി. തോഴന്റെ തോളിൽ ഒരു കൈ മറുകൈയിൽ അബ്ജം, കർണോൽപ്പലങ്ങൾ അളകാളി മുഖാബ്ജഹാസം. പണ്ടേ ചെവിക്കമൃതമാ പ്രിയരൂപം ഇപ്പോൾ കണ്ണാൽ നുകർന്നു കരളാലെ മുകർന്നു നിൽക്കേ. വിട്ടു തദീയ ഹൃദയങ്ങളെ മാലശേഷം പെട്ടെന്ന് അഹമ്മദികൾ വിജ്ഞനെയെന്ന പോലെ. സർവാശയും വിട്ടു തന്നെ കാണുവാൻ വേണ്ടി വന്നവർ അവരെന്നറിയും. സർവജ്ഞനും ചോദിച്ചു സസ്മിതം, വരിൻ മഹാഭാഗകളെ ഇരിപ്പിൻ വേണ്ടതെന്തു ഞാൻ. എല്ലാം വിട്ടല്ലി വന്നെന്നെ കാണൂ നിങ്ങൾ യഥോചിതം. പുരുഷാർത്ഥജ്ഞാനമുള്ളോരർപ്പിക്കുന്നു വിവേകികൾ ഫലേച്ഛയില്ലാത്ത ഭക്തി എന്നിൽ ആത്മാവിലിഷ്ടനിൽ. പ്രാണൻ ബുദ്ധി മനം ബന്ധു ദേഹം പത്നി സുതന്ധനം ആകർഷിപ്പൂ നിങ്ങളെ ഞാൻ അവയിൽ സ്ഥിതി ചെയ്യുകയാൽ. അതിനാൽ പോകുവിൻ യജ്ഞശാല നിങ്ങളോടൊത്തുടൻ മുഴുമിക്കും സാധ്വിമാരെ സത്രം ഭർത്താക്കൾ വിപ്രരും. പത്നിമാർ പറഞ്ഞു, നീ കൊള്ളിവാക്കു പറയൊല്ല, കരഞ്ഞുകൂടാ നിൻ ഭക്തനെന്ന ഭവദുക്തി യഥാർത്ഥമാക്കൂ. ബന്ധുവ്രജത്തെ വിഗണിച്ചവർ ഞങ്ങൾ നിന്റെ തൃക്കാൽ പൊഴിച്ച തുളസിത്തളിരൊന്നു ചൂടാൻ. കൈക്കൊണ്ടിടാ പതിസുതൻ പിതൃമിത്ര ബന്ധുഭ്രാതാക്കൾ ആരുമിനി ഞങ്ങളെ അന്യർ പോലും. ശ്രീപാദമാത്ര ശരണാഗതർ ഞങ്ങൾ കേകേണ്ടതില്ലിനി അരിന്തമ വേറെയൊന്നും. ശ്രീ ഭഗവാൻ പറഞ്ഞു, കുറ്റപ്പെടുത്താപതിമാർ പിതൃഭ്രാതൃസുതാദിയും ഞാനടക്കം ദേവകളും വാഴ്ത്തും നിങ്ങളെ മർത്യരും. മർത്യർക്കു ദേഹസംഗത്താലേറിടാരതി സൗഖ്യവും വേഗമെത്തും നിങ്ങളെന്നിൽ മനസ്സെന്നിലുടക്കുകിൽ. ശ്രീശുകൻ പറഞ്ഞു, പൂകി വീണ്ടും യജ്ഞശാല പത്നിമാരിതു കേൾക്കവേ അവരൊത്തു വഴക്കെന്നെ പൂർത്തിയായി സത്രവും ക്രമാൽ. അതിൻ മുമ്പ് അങ്ങേക ഭർത്തൃനിരുദ്ധ ഭഗവൽ പ്രിയ കേട്ട രൂപത്തെ മനസ്സാൽ പുലുകി കൈവിട്ടു തന്നുടൽ. ചതുർവിധാന്നം ഗോപന്മാർക്കെല്ലാവർക്കും വിളമ്പവേ ഒടുവിൽ ഭഗവാൻ ഗോവിന്ദനും ഉണ്ടിയിടിനാൻ പ്രഭു. ലീലാ നരവപുസേവം നരനായി പെരുമാറവേ രമിപ്പിച്ചു രസിച്ചു ഗോപിക
ഗോപപൗരരെ മനുഷ്യവേഷർ ആ ലോകനാഥന്മാർ രണ്ടുപേരെയും അവഹേളിച്ച പാപത്തിൽ ദുഃഖിച്ചു. പിന്നെ വിപ്രരും ഭഗവാൻ കൃഷ്ണനിൽ സ്ത്രീകൾക്കുള്ള ഭക്തി അലൗകികം, തങ്ങൾക്കതില്ലെന്ന വിപ്രരാണ്ടുപോയ ആത്മനിന്ദയിൽ ത്യജിക്കൂ വിജ്ഞാനം കർമ്മശേഷി കുലം വ്രതം. ഭഗവത് ഭക്തിശൂന്യന്റെ ശൗക്ലം ഗായത്രി ദീക്ഷയും മോഹിച്ചിടും യോഗികളും ഭഗവൻ മായയിൽ ദൃഢം. വിപ്രർ മർത്യഗുരുക്കന്മാർ നാമേ സ്വാർത്ഥികളല്ലയോ. ജഗദീശൻ കൃഷ്ണനിൽ സ്ത്രീകൾക്കെഴും പ്രേമം അത്ഭുതം. ഗൃഹാഖ്യമാം കാലപാശമറുത്തു ഭക്തി കാൺമിതോ. കണ്ടിട്ടില്ല ഗുരുകുലം ഉപനീതകളല്ലിവർ, ഇല്ല ആചമനം ആത്മജ്ഞാനവും അന്തിമുടിക്കലും. എന്നാലും ഉത്തമ ശ്ലോകനായ യോഗേശ്വരേശനിൽ കൃഷ്ണനിൽ ഭക്തി ദൃഢം ഇല്ലതോ സംസ്കൃതർ നമ്മളിൽ. എൻ്റെ എന്നോർത്തുള്ള വീട്ടുകാര്യത്താൽ മത്തബുദ്ധികൾ നമ്മളെന്നോർമ്മിച്ചു നമ്മെ ഗോപവാക്യാൽ സതാംഗതി. അല്ലെങ്കിൽ ആ പൂർണ്ണകാമൻ മോക്ഷം പോലും തരുന്നവൻ അന്നം യാചിക്കുമോ. നമ്മൾ പരാധീനരൊടിങ്ങനെ സ്വചഞ്ചലതയെ ബ്രഹ്മാദ്യരെയും വിട്ട് ലക്ഷ്മിയാൽ പൂജിതൻ യാചന മൂലം അന്ധാളിപ്പിച്ചു പാരിനെ. ആർദ്ദൻ രൂപം കാലദേശ മന്ത്രതന്ത്രങ്ങൾ ദേവത ദ്രവ്യം തീ ധർമ്മ മൃത്യുക്കും യജ്ഞവും യജമാനനും യദുക്കളിൽ ജാതനായിട്ടുണ്ടാ യോഗേശ്വരേശ്വരൻ ഭഗവാൻ വിഷ്ണു എന്നുൾക്കൊണ്ടില്ല നാം കേട്ടതാകിലും. ആ നമ്മളീ ഭക്തകളാൽ അത്യന്തം ഭാഗ്യശാലികൾ. ഇവരാൽ നാം നേടിയല്ലോ ഹരിഭക്തി അചഞ്ചലം. ഭ്രമിപ്പൂ കർമ്മമാർഗത്തിൽ ഞങ്ങൾ ആരുടെ മായയാൽ നമിപ്പോൻ ശ്രീകൃഷ്ണനെയാ സച്ചിദാനന്ദമൂർത്തിയെ. തൻ്റെ മായാമോഹിതരാം മഹിമാജ്ഞാനശൂന്യരിൽ ക്ഷമിക്കട്ടെ നമ്മൾ ചെയ്ത തെറ്റിൽ ആദ്യൻപുമാനവൻ. കൃഷ്ണനിൽ ചെയ്ത കുറ്റത്തിൽ തപ്തർ കാണാൻ കൊതിക്കിലും കംസഭീരുക്കൾ പോയില്ല കാണാനെന്ന്. അച്യുതാദിയേ ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ.